Hi guys, welcome to part 2 of Georgia. അപ്പം ഇന്ന് ഇറ്റ്സ് ഡേ 3 ഇൻ ജോർജിയ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ ഹോട്ടലിൽ തന്നെയാണ്. വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് നമ്മുടെ ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം ഇസ് ഗുഡൗറി ആൻഡ് കസ്ബേഗി. അവിടെ ഇറ്റ്സ് സ്നോയിങ്. സോ അവിടെ നല്ല തണുപ്പാണ്. ഇറ്റ്സ് ലൈക്ക് -15 അങ്ങനെയാണ് ഞാൻ കേട്ടത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ബട്ട് നല്ല തണുപ്പാണ്. സോ ഓൺ ദ വേ ഞങ്ങൾ ബൂട്ട്സ് വാങ്ങിക്കാൻ വിചാരിച്ചു. ബിക്കോസ് ബൂട്ട്സ് ഇവിടെയാണ് കുറച്ചും കൂടി ചീപ്പെന്നാണ്, പോകുന്ന വഴിയാണ് കുറച്ചും കൂടി ചീപ്പെന്നാണ് കേട്ടത്. സോ അവിടുത്തെ ബൂട്ട്സ് വാങ്ങിക്കണം. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മൾ ഗുഡൗറി ആൻഡ് കസ്ബേഗിയിൽ പല പല സ്ഥലങ്ങളും സ്നോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതും കാര്യങ്ങളും ആയിരിക്കും. സോ നമ്മളിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ ഡ്രൈവർ വരും. ഇന്ന് രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി നല്ല തണുപ്പുണ്ട് ഇവിടെ ടിബിലിസിയിൽ. സോ ഗൈസ്, നമ്മളിപ്പം ഗുഡൗറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ടുഡേ ഇറ്റ്സ് ഗുഡൗറി ഇൻ കസ്ബേഗി, ഞാൻ പറഞ്ഞ പോലെ. അപ്പം ഓൺ ദ വേ ആണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഗുഡൗറി എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു അടുത്തുള്ളൊരു സ്ഥലമാണ്. സോ നല്ല ദൂരമുണ്ട്. അപ്പം നമ്മളിവിടെ 9-നാണ് രാവിലെ ഇറങ്ങിയത്. കുറച്ചായിട്ടുള്ളൂ നമ്മൾ ഇറങ്ങിയിട്ട്. നമ്മളിന്നൊരു വാനിലാണ്, സ്പേഷ്യസ് വാനിലാണ് പോണത്. ഗൈസ്, നമ്മളിങ്ങനെ ഗഡൗറിയിൽ എത്തണേൻ്റെ കുറച്ച് ഇതാണ് കാണണത്. നമ്മളിവിടെ ഒരു ബൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തി. യെസ്, ദ സ്നോ. നല്ല തണുപ്പുണ്ട്. രണ്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് അങ്ങ് പോവാ, അത്രേ ഉള്ളൂ. ഗൈസ്, നമ്മൾ ഗഡൗരി എത്തി. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. പക്ഷെ നമുക്കിവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് അമ്മ ഇച്ചിരി ക്രാങ്കി ആവുന്നു. ബിക്കോസ് അവൾക്ക് ഉറക്കം വരുന്ന സമയമായി. അവളുടെ ഉറക്കം റുട്ടീനും എല്ലാം മാറി. അപ്പം ഷീസ് ക്രൈങ് എ ബിറ്റ്. അപ്പോൾ ഞാൻ നോക്കുകയാണ്, അവൾ സെറ്റിൽ ആവുന്നുണ്ടെങ്കിൽ വി വിൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച്.
ഇവിടെ സ്നോ ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല. സോ ഐ എം ജസ്റ്റ് ടേക്കിംഗ് എ വീഡിയോ ഫ്രം ഹിയർ. ദിസ് ഈസ് ഹൗ ഗഡോറി ലുക്സ് ലൈക്ക്. സോ വി വോണ്ടഡ് ടു ട്രൈ ദ സ്നോ ബൈക്ക്. പക്ഷേ അവൾ കോപ്പറേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മളോർത്ത് we will sacrifice or maybe wait for some time and see how it goes. But this place is really nice. നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ ലെയറിങ് ചെയ്തുകൊണ്ട് അത്ര തണുപ്പ് തോന്നണില്ല. ഇറ്റ്സ് വാം. പക്ഷെ കൈയാണ് നമുക്ക് കൂടുതൽ തണുക്കണം. അവിടെ അറിയ ഗൈസ്, നമ്മളിപ്പം കഴിക്കാനൊരു സ്ഥലത്ത് വന്നേക്കോ. കുഞ്ഞുമണിയാണെങ്കിൽ ഉറങ്ങി. അവൾ ഭയങ്കര ക്രാങ്കി ആയിരുന്നു. ഉറക്കം വരുന്നതിൻ്റെ ആയിരുന്നു മെയിനായിട്ട്. അതുകൊണ്ട് അവൾ ഉറങ്ങി. നമ്മളിങ്ങനൊരു സ്ഥലത്ത് കഴിക്കാൻ വന്നിട്ടുണ്ട്. സോ ഗഡഹറിയിൽ നമ്മൾക്ക് വലുതായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഒരാൾ ഭയങ്കര സീനായിരുന്നു. അതുകൊണ്ട് നിങ്ങളിങ്ങനത്തെ സ്ഥലത്ത് വരുവാണെങ്കിൽ പിള്ളേരെ കൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി ടോഡ്ലേഴ്സ്. സോ ഞാൻ പഴയതുപോലെ തന്നെ ഓർഡർ കച്ചാപ്പൂരി. അതാണ് ഇവിടുത്തെ ഒരു ജോർജിയൻ ഫുഡാണ്. പിന്നെ ഇവർ വേറെ പലതും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂർ ഗൈഡ് നമ്മുടെ കൂടെ ലഞ്ചിന്. സോ ഇതാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്ന സ്ഥലം. ഗൈസ്, നമ്മളിവിടെ ഒരു ഹോം മെയ്ഡ് പീച്ച് വാട്ടർ കൈൻഡ് ഓഫ് തിങ് നമ്മൾ ഓർഡർ ചെയ്തു. It actually tastes good. Yeah. So it tastes very nice. ഗൈസ്, ഇത് പോർക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഹൗ ഇസ് ഇറ്റ്? നൈസ്. എല്ലാ ഗുലുമാലും ഒപ്പിച്ചിട്ട് ഒരാളിപ്പോൾ ഉറക്കത്തിൽ നിന്നിട്ടിരുന്ന ഒരു ഹൂസിലില്ലാണ്ട് കഴിക്കുക. ഹൗസ് ഇറ്റ്? ഡു യു ലൈക്ക് ഇറ്റ്? ഹൗസ് കിങ്കാലി? മമ്മി, ഇറ്റ്സ് യമ്മി? ഓക്കെ. Okay, eat. She likes Kinkali, but only that outside.
ഗൈസ് നമ്മളിവിടെ അനൗരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അനൗരി അവിടുത്തെ ഒരു ചേർച്ചാണിത്. നമ്മൾ അകത്ത് കയറുന്നില്ല, ബിക്കോസ് ഈ വഴിയെല്ലാം ഭയങ്കര സ്ലിപ്പറി ആണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. സോ വി ജസ്റ്റ് ലൈക്ക് ഇവിടെ നിർത്തിയിട്ട് വി തോട്ട് വിൽ ടേക്ക് എ വീഡിയോ ഓർ കുറച്ച് പിക്ചേഴ്സ്. ഇത് നമ്മൾ ഗഡൗരിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയറിയില്ല. നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഓർത്തു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ഗൈസ് നമ്മളിപ്പോൾ ഒരു മൊണാസ്ട്രിയിലേക്ക് Nanti, va. Come. From Caucasus Mount, going to Tbilisi. After both going to Azerbaijan. Our church, Jwari, from you can take pictures. Give me your phone. I will take it. ഗൈസ് നമ്മളങ്ങനെ ഇവിടുത്തെ ഏറ്റവും ഓൾഡസ്റ്റ് മൊണാസ്ട്രി നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങുവാണ്. അതിൻ്റെ അകത്ത് ഫോട്ടോയും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, സോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ കണ്ടിട്ട് പോകുവാണ്, തിരിച്ചു പോകുവാണ്. കൈ പിടിച്ചോ. നമ്മുടെ ഡ്രൈവർ പ്രാർത്ഥിക്കാൻ പോയേക്കുമായിരുന്നു, പുള്ളി തിരിച്ചു വന്നു. ഇവിടെയും കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്, എന്തെങ്കിലും ആക്സസറീസോ എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ. ഗൈസ് ഇത് നമ്മുടെ ലാസ്റ്റ് സംഭവമാണ് ഇന്നത്തേക്കുള്ളത്. ഇറ്റ്സ് ഫുനിക്കുലർ റൈഡ്. മിറ്റ്സ്മിൻഡ പാർക്കിലുള്ള ഫുനിക്കുലർ റൈഡാണ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ഈ ദിവസത്തെ. ഗൈസ് നമ്മൾ ഫ്യൂണിക്കുലർ റൈഡ് എടുത്തു. നമ്മൾ ഈ മിറ്റ്സ്മിൻഡ പാർക്ക് എന്ന് പറയുന്ന ഇവിടെ എത്തി. അപ്പോൾ എവറി 20 മിനിറ്റ്സിൽ തിരിച്ചൊരു ട്രെയിൻ ഉണ്ടാവും. തിരിച്ച് ലൈക്ക് ഇറ്റ്സ് എവറി 20 മിനിറ്റ്സിൽ ഓരോ സ്റ്റേഷനിൽ അവിടെ ഇങ്ങനെ ഉണ്ടാവും ട്രെയിന്. അപ്പം നമ്മളൊരു 5:50 ആകുമ്പോൾ, നൗ ഇറ്റ്സ് 5:30, ഒരു 5:50 ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് പോയാൽ അവിടെ ട്രെയിൻ ഉണ്ട്. ഓക്കെ, ഇത് ഞാനിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇത് കാണാൻ പറ്റും. അപ്പം ഞങ്ങളെപ്പോഴും വിചാരിക്കും അത് എന്താണെന്നുള്ള സംഭവം. അപ്പം ഇന്നാണ് ഇവിടുത്തെ ക്രിസ്മസ്. ഇന്ന് ഇവിടെ ക്രിസ്മസ് ആണ്. ഇവിടെ ലേറ്റ്
ആയിട്ടാണ് ക്രിസ്മസ്. ബിക്കോസ് അവർ ഓൾഡ് കലണ്ടർ ഫോളോ ചെയ്യുന്നതുകൊണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ ദ ഡേ. ഇത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ്. ദെൻ നാളെ ആയിരിക്കും അടുത്തത്. വിൽ കണ്ടിന്യൂ ടുമോറോ. അപ്പം യെസ്, ഇത്രയാണ് ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ. ദിസ് ഈസ് ദ പാർക്ക്. ഇറ്റ്സ് എ നൈസ് പാർക്ക്. അങ്ങോട്ട് പിന്നെയും കിടപ്പുണ്ട് കാണാൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ആക്ച്വലി കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഐ വിൽ സീ യു ടുമോറോ അഗെയിൻ. കണ്ടിന്യൂഡ്. നാളെ നമ്മൾ കഹേത്തി ആണ് പോണത്. വൈൻ ടേസ്റ്റിംഗ്, ഓൾഡസ്റ്റ് വൈൻ ടേസ്റ്റിംഗ് റീജിയൻ ഇൻ ജോർജിയ. അവിടെയാണ് നമ്മൾ നാളെ പോകുന്നത്. അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ, സീ യു, സ്റ്റേ ട്യൂൺ. Hi guys, good morning. Welcome to day 4. But this is our last day in Georgia. So tomorrow we are catching the flight at 8:30 flight. So we have to leave by 5:35 ഒക്കെ ആകുമ്പോൾ പോകണം. So today is day 4 and today we are going to this place called Kaheti. അവിടെ തന്നെ we are going to Sinagi, City of Love. Before that we are also going to Chronicles of Georgia. We missed it on the first day because first day was little hectic. I mean Old Tbilisiയുടെ കൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണുന്നതുകൊണ്ട് we were not able to see that day. It was actually scheduled for the first day. So Chronicles of Georgia, Kaheti, wine tasting, then Sinagi, City of Love. Then we are going to a place, Bodh Bay Monastery. So I will show you the history as we go. Yeah. സ്ട്രോളർ വേണ്ട. സോ ഗൈസ് നമ്മൾ സിഗ്നാഗി എത്തി. Because when you reach some places you have to walk there. Also big wall. ഓക്കെ, അപ്പോൾ പുള്ളി സ്ട്രോളർ എടുക്കാനാണ്. നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഈ സിഗ്നാഗി മൊത്തം കറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടെ കയ്യിലിങ്ങനെ ഉറക്കം എണ്ണീറ്റിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഓർത്ത് വിൽ ടേക്ക് ദിസ് വൺ. ദിസ് ഈസ് 150 ലാറിയാണ് നമുക്ക് ഈ ഫുൾ സിഗ്നാഗി കറങ്ങാൻ. ഓരോ സ്ഥലത്ത് നിർത്തിയിട്ട് ദേ വിൽ ഹെൽപ്പ് us ടു നമുക്ക് പിക്ചേഴ്സൊക്കെ എടുക്കാം അങ്ങനെ. യെസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയാണ്. സാധനങ്ങളൊക്കെ എടുത്തു. സ്ട്രോളർ എടുത്തില്ല.
ബസ്സുള്ള ഇവിടെ ഇത് നമ്മൾ എന്നിട്ട് ഇതിലെ പോന്നു. ഇവിടെ walk to top. Here like this. ഇതല്ലേ അത് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ സിഗ്നാഗി എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ യെസ് സിഗ്നാഗി എക്സ്പ്ലോർ ചെയ്യും. സോ യെസ്, അപ്പോൾ ഇത്രയും നമ്മളിങ്ങനെ നടന്ന് ഇവിടെ കൂടെ വരുവാണ്. ഇവിടെ ഇച്ചിരി സ്നോ ഉണ്ട് താഴെയൊക്കെ, ബട്ട് വെദർ ഇറ്റ്സ് നോട്ട് ഭയങ്കര തണുപ്പ്. ഞാൻ പറഞ്ഞാൽ അതിനൊരു തെർമലും ഈ വുളൻ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. അപ്പം ഇറ്റ്സ് ഓക്കെ, മാനേജബിൾ. സോ യു ഗെറ്റ് ദിസ് വ്യൂ ഇവിടെ ഇങ്ങനെ. അങ്ങോട്ടുള്ള വ്യൂ എടുക്കണ്ട. ഞാൻ ബാക്കിലത്തെ വ്യൂവും കൂടെ കാണിച്ചു തരാം. സോറി, ഞാൻ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ വെയിറ്റ്. സോ ഗൈസ്, ഞാനിവിടെ ഇതിൻ്റെ താഴെ നിന്ന് ക്ലൈംബ് ചെയ്ത് ഇവിടെ വന്ന് ഒരു ഷോട്ട് എടുക്കാനാണ് നോക്കണത്. യെസ്, സോ നമുക്ക് താഴോട്ട് പോവാം. ഇത്രയും ക്ലൈംബ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ടയർഡായി. സോ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഒരാൾക്ക് ജിറാഫൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഇവിടെ. ചർച്ച് കേല ഉണ്ട്. Then you get hot wine. Hot wine, yes. Hot wine, madam. Yeah. So ചർച്ച് കേല is nothing but ഇവിടുത്തെ ഒരു ക്യാൻഡി പോലത്തെ ഒരു സ്വീറ്റ് ആണ്. ഒരു വാൾനട്ടും. ഓക്കെ, യാ. ഇവിടെ പോമഗ്രാനറ്റും വൈനും ഒക്കെ ഉണ്ട് ഇവിടെ. ജ്യൂസ് വേണം. റോഡ് മൊത്തമായി. നമ്മൾ അടുത്താണെങ്കിൽ ഇവിടെ ഒരു ഇച്ചിരി കയറ്റത്ത് വന്ന് നമുക്ക് ഫുൾ സിറ്റി കാണാൻ പറ്റുന്ന ഒരു പോലത്തെ ഒരു സ്ഥലം. കക്കസ് മൗണ്ടൻ. അതിന്റെ അപ്പുറത്ത് റഷ്യ. അതാണ് കക്കസ് മൗണ്ടൻ എന്ന് പറയുന്നത്. അസർബൈജാൻ. അവിടെ അർമേനിയ അവിടെ അസർബൈജാൻ അവിടെ. കക്കസ് മൗണ്ടന്റെ സെന്ററിലാണ് നമ്മൾ. അതിൻ്റെ അപ്പുറത്ത് റഷ്യ. അപ്പം അങ്ങനെയാണ് പുള്ളി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഈ ഫുൾ സിനാഗി കറങ്ങുവാണ് നമ്മൾ. വാട്ട് ഹാപ്പൻ അമ്മ? അവൾക്ക് രണ്ടുപേരുടെയും കൈ പിടിച്ച് നടക്കണം. Not homemade. Okay. This is homemade better, more than natural. If you, it's up to you. Where you like it, you can buy. I'm not push you. Okay. വൈനൊന്നും ഉണ്ടാക്കാം. Let's just play inside. Go away. രുചി അറിയുന്നില്ല. ചുമ്മാ തലയാട്ടാം. Okay.
നല്ല സാധനമാണ് അല്ലേ? ഇറ്റ്സ് ലൈക്ക് എ സ്വീറ്റ്. Это 3 лара. Вот это сушеная вяленая хурма, очень вкусно. Попробуйте. No, it's okay. You can taste also. Don't worry. Don't. No, it's okay. No need money. Only taste. Yeah, no, I'm This just is best asking, one. that's it. Okay, this is for you, 4 lari. Okay. This one, 3 lari. Да. Upstairs 4 lari. Downstairs 3 lari. This is one. സോ ഗൈസ് നമ്മളിവിടെ ചേർച്ച് കേല ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മളിവിടെ നിന്ന് മിക്സ് ചെയ്ത് ആക്ച്വലി എടുക്കുവാണ് ചേർച്ച് കേല. Так, 5. ഇവിടെ ഇച്ചിരി ചീപ്പായിട്ട് പുള്ളി നമ്മളെ കൊണ്ടുവന്നു, നമ്മുടെ ഗൈഡ്. What is your name? This is we call in Georgian Snickers. Inside walnuts, outside grape juice. Katiteli, we call in Georgian name Chorchela. Okay. I wanted you to tell your name, so if someone wants to contact you when they My come. name is Abtom. I'm guide driver. Welcome to Georgia. So if anyone is Also, traveling to... I'm a dancer teacher. I can teach you dance. Yeah, he's a dance teacher also. Multi-talented. Вот это, это фундук. Скажите, фундук с сахаром. നമ്മുടെ ചേർച്ച് കേല വാങ്ങിക്കാണ് ഇവിടെ. ഇഫ് യു വോണ്ട് ടു ബൈ വൈൻ ആൻഡ് ഓൾ യു ഹാവ് ദീസ്. ഇവരിവിടെ ഉണ്ടാക്കണ വൈനാണ്. സോ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കണില്ല. സോ വി ആർ ബൈങ് ചേർച്ച് കേല. Which one is it? Yeah, Okay, which then one? give me this one then. This one? Yeah. 4, да? Thing inside. Coca told, so we have to drink Wine. because we cannot put it. And we talking to Agumar juice. Okay. Cheese. И For your country. For your nice family. For your Thank you. wife. For daughter. For you. For everybody. Agumar juice. Haribo juice. ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് ചേർച്ച് കേല ആൻഡ് സുവനിയേഴ്സ് ഒക്കെ വാങ്ങിച്ചു. ആൻഡ് വി ആർ ഗോയിങ് ബാക്ക്. ഇനി നമ്മൾ സിനാഗിയിലുള്ള ചീസ് ആൻഡ് വൈൻ ടേസ്റ്റിംഗ് സ്ഥലത്തേക്കാണ് പോണത്. സോ യെസ്, ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. I mean, this city is called Sinagi. നമ്മൾ പോകുന്ന this is a city in Kakheti. Kakheti ആണ് known as the place for, oldest region for wine. Okay, yeah. സോറി, ഞാൻ മിക്സ്ഡ് അപ്പായിട്ട് പറയുകയാണ് ബിക്കോസ് ഞാൻ കുറേ ഡ്യൂട്ടീസ് ഒരു സമയത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പം പറയുന്ന ലിങ്ക് ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഗൈസ്, ഇപ്പം നമ്മൾ വന്നേക്കുന്ന ബോത്ത് ബേ എന്ന് പറയുന്നൊരു മൊണാസ്ട്രിയിലാണ്. അപ്പം ജോർജിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ കൊണ്ടുവന്ന റിലീജിയൻ, ഈ കാസ്റ്റും ഇതൊക്കെ കൊണ്ടുവന്ന സെയിൻറ്റ് നീനോ എന്ന് പറയുന്ന പുള്ളിക്കാരി ഇവിടെയാണ് ഖബറടക്കിയേക്കുന്നത്, ഈ മൊണാസ്ട്രിയിലാണ്. അപ്പം അതാണ് ബോത്ത് ബേ മൊണാസ്ട്രിയുടെ ഒരു ഹിസ്റ്ററി. എനിക്കറിയത്തില്ല എത്രത്തോളം ഈ ഓഡിയോ ഞാൻ പറയുന്ന ഓഡിബിളാണ്. അതുകൊണ്ട് ഞാൻ റൈറ്റിംഗ് ആയിട്ട് വീഡിയോയിൽ കൊടുത്തേക്കാം എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്നുള്ളത്. സോ ഇതാണ് ബോത്ത് ബേ മൊണാസ്ട്രി. സോ നമുക്കിതിൻ്റെ അകത്ത് കയറാൻ പറ്റും, പക്ഷെ എനിക്ക് ഷുവറല്ല എത്രത്തോളം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ബോത്ത് ബേ മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഈ ഹോൾ ജോർജിയയിലുള്ളൊരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ ഒരു മരങ്ങൾ, ക്രിസ്മസ് ട്രീ പോലെ. പുള്ളി നമ്മുടെ ഫോട്ടോ എടുക്കാം. Okay, this one brand new. Follow me. പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മിസ് ഔട്ടായി പോയി. ഇത് ഓൾഡ് ചേർച്ചാണെന്നാണ് പറഞ്ഞത്. സോ
സോ ഗൈസ് അകത്ത് ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൻറ്റ് നീനോ എന്ന് പറയുന്ന പുള്ളിക്കാരി ഇവിടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഗൈസ് സെയിൻറ്റ് നീനോ എന്ന് പറയുന്ന ആള് ലൈക്ക് യുനോ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഇവിടെ കൊണ്ടുവന്ന ആളെ അടക്കി വയ്ക്കുന്ന സ്ഥലമാണത്. നമ്മളതിൻ്റെ അകത്ത് കയറി, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എടുക്കാൻ അത് പറ്റത്തില്ല, ഇറ്റ്സ് പ്രൊഹിബിറ്റഡ്. സോ ദിസ് ഈസ് ദ ചർച്ച്. ഇവിടെയുള്ള ഇറ്റ്സ് ആക്ച്വലി നൈസ് ക്ലൈമറ്റ്, വലിയൊരു തണുപ്പില്ല, ഇറ്റ്സ് ബെയറബിൾ തണുപ്പാണ്. നല്ലൊരു വ്യൂ ഉണ്ട്, ഇച്ചിരി ഐസൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് തെന്നാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ബോത്ത് പേയിൽ ഉള്ളത് ഈ ബോത്ത് പേ മൊനാസ്ട്രി ആണ് ആൻഡ് ചർച്ച്. സോ വി കെയിം ഹിയർ. ആക്ച്വലി നല്ല രസം ഉണ്ട് ഇത് കാണാൻ, ഈ ചർച്ചസ്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഇസ് സോ നൈസ്. ആൻഡ് ദീസ് ട്രീസ്, ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ ട്രീ ഭയങ്കര ഒരു യുണീക്ക് ഒരു ഫീലുണ്ട്, ഒരു ക്രിസ്മസ് ട്രീ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകണം, നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊണാസ്ട്രി ഒക്കെ കണ്ടു, നമ്മളിവിടെ കഴിക്കാൻ വന്നേക്കുവാണ്. പുള്ളി പറഞ്ഞു ഇതൊരു ഹോം മെയ്ഡ് ഫുഡ്, കൈൻഡ് ഓഫ് ലൈക്ക് ജോർജിയൻ ഫുഡാണ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ ഹോം മെയ്ഡ് ഫുഡ് കിട്ടുന്ന സ്ഥലം. യെസ്, സോ വി ആർ ഗോയിങ് ഇൻസൈഡ്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ചീസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലം, ഇവിടെ ഇങ്ങനെ ഫ്രഷ് ചീസൊക്കെ കിട്ടും. ജോർജിയയിൽ കഹേത്തി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ അത് ഉണ്ടാക്കണമൊക്കെ കാണാനും കാര്യത്തിന് വേണ്ടി വന്നതാണ്. എനിക്ക് ആക്ച്വലി നല്ല ഉറക്കം വരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു വണ്ടിയിൽ. അതാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കണം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചീസാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കവറിൽ ആക്കി വെച്ചേക്കണം. She's from my city, Okay. also from East Georgia. Okay. Nice. You can see how they making Okay. bread. Okay. Kakuri puri name. Okay. It's You bread. can visit inside. It's not cheese. It's bread. Bread and cheese. Okay. Look, this is a cheese. Look. Mixi shere ho. Etina cheli. Follow the etina cheli. But ro na khori. So the gas is on it. Yaar. Ak police kete bas daro mein zyada so. Agora está mais chegado ao preço aí. Okay. Aqui está para feliz. Ya bu bal ganwa. Al do shakhat ko sam ko is ka. Ho, cá. Mi savori ko ro. Eksad gageket. Meri Teritor meşhur. med ho. Akıya. Meri si balans. Kulturist senç. Kulturisent. Darbazı yana bu. Ay men gageket o gageket. Samtar şeha mağlak şu vardı şu. Şem tasaf. Asabri ka vakit ki magar. Populism e ora escola chegar que faccia mais ora sta scuola scuola star vazia gageket. Let me see. Oh, first check. Come inside. Go inside. Yeah.
Look. Oh, nice. It's Georgian bread. Okay. We put it inside Okay. and make it. Mm-hmm. If you want, you can teach how they make put inside. Mm-hmm. Yeah. She will do it now. Okay. If you want, you can also. Yes, yes, I'm recording that. Yeah. რეკლამა რო იყო რუსთავი ორზე. ეგონი შემთხვევით მოვიდა ჩემთან, მე ეს ჩემი თონია. ეს თონია. Chakras რო დაიწყო მაშინ მე. ეხლავი. აუ რა თქმა უნდა გელოდი ახლა. ეხლავი სა. არა უშუქო. სულ ჩვენი ხალხი. მე 2 წელია ახავა და თელი დასავლეთ. თე ამხია მე. ალბათოლითია გავიცანი. მიესალმეთ მაისურაძეებს გავუგზავნი ახლა ვიდეოს. ავთოგოგოა მე. გამოვესაუბრეთ ერთმანეთს. კილოზე მითხრა რომ იმერელი ხარო და მოკლედ ასე აღმოჩნდი. ბადიაურში. ურის და ყველის ეს შემყავს მოყვანი ჩემი სტუმარი. შესერა. Say hi. Hi. How are you? I'm good. და ჩავაკრევი უნდა ეხა. მაგი ჩაკრავს. You want to do? You want to do? No? It's very difficult. Yeah. Svetskaya, ვერ ჩავაკრავ. Svetskavs. But she's very nice girl. She's like a sister. She only drink one glass wine. Kinzvarauli. That's why she's happy. Magarian baby medicine. თავი ამის და იმითაც აკუნდები. ერთი გამოხედა? ესე იგი მაღლაკში ავარძიშე ბავშვებს. მე აღარ ვარჯიშ. მე ასამბლეს ხო. წანდოს ხანახი ჩავდე. კი. თბილისში დიდი ხანია რაც ხარ? აი 5 წელია რაც თავში. ინდოელები და ურის და ყველის დეგუსტაციაზე პოსმო შემთხვევით სადაც დავდივარ ის არის დაკ. Hi, Vanna. Catching her to hi. მოდი ცხელს შევჭამ. აი, თუ ეგ ცხელი. ეს დაგვიანდება, ახალი მოხდილი კია, მაგრამ ისარი განილებულია თონე და სახში მუშები. We have this Georgian bread. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടല്ലോ അപ്പോൾ അതാണ് ഇത് ജോർജിയൻ ബ്രെഡ് ഇത് അവരുടെ ഫ്രഷ് ചീസ് അപ്പോൾ അതിങ്ങനെ ഒരുമിച്ച് കഴിക്കണം. Is it nice? പുളിയുണ്ടോ ചീസിന്? I think it's a fresh cheese അതുകൊണ്ടായിരിക്കും. არა, ხო გითხარი ის გაფუჭებული მაგნეტი. ტელეფონი დამბროთ არ არის ახლა. 래 알렌조스 페레라 이네 란체난데. შუ დავაგზავნო ჩაკეტ. აი. აი ბატონო. არაფერი არ მინდა ხარ არ არსებობ. Thank you. არ გაფიყავით. არ ഗൈസ് നമ്മൾ അടുത്ത് വന്നേക്കുന്ന വൈനറിയിലാണ്. വൈൻ ഏരിയ और കഹേത്തി വൈനറി. എമാച്ചിയാണെങ്കിൽ ഉറങ്ങി. എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് നേരത്തെ പറഞ്ഞത്. It looks very different. I think it's some sort of fruit. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. Okay, let's go in. ഇവിടെ എല്ലാം
വൈൻ ഉണ്ടാക്കണ സ്ഥലമാണ്. സോ നമുക്ക് വാങ്ങിക്കാനും ഒക്കെ വൈൻ ഉണ്ടാവും ഇവിടെ. പല വെറൈറ്റി വൈനും കാര്യങ്ങളും ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് അവർ കാണിച്ചു തരും. Mo diciamo cartoffelli. No, I will take it. സോ ഇവിടെ പല റേഞ്ചിൽ വൈന് ഉണ്ട്. ലൈക്ക് 25 ലാറി തൊട്ട് 50, 35 ലാറി. അപ്പോൾ ഇതൊരു ടൈപ്പാണ്. ഇറ്റ്സ് റിട്ടൺ മസ്കറ്റ്. See, it's written musket. Yeah. അപ്പോൾ അങ്ങനെ ഇവിടെ ഓരോരോ ടൈപ്പാണ് ഉള്ളത്. പിന്നെ ഹോം മെയ്ഡ് ചാച്ച അങ്ങനെ. അപ്പം നമ്മളിപ്പോൾ ഒരു ടൂറിന് പോവാണ്. വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ കാണിക്കണം ടൂറിന്. Have you tried chacha before? No? No. So, it's like tequila, vodka or grappa, very close to Italian grappa, made from the leftovers of the grapes. So when we harvest the grapes and crush it, juice and the leftovers stay together in clay pots 2 or 3 months. After that, we separate it. Juice separately makes the wine, leftovers we don't throw them out, we just put it in this stainless pot, we boil it, and it goes through this pipe, the steam, and cools down here. We have circulating cold water. So, we get the 50% alcohol chacha. If you want to make it stronger, we take the juice, chacha, put it here, boil it, and the steam goes through this pipe inside this barrel where we cool it down. And it becomes the liquid with 50% alcohol, 50. If you want to make it stronger, we take the chacha, do the process again, we get the chacha but stronger. That way we can get up to 80%. 80 is the maximum that we drink, this is 50. So please, grab the glasses. That's it. And let's do the following. Let's say cheers in Georgian, traditional Georgian way. We will say it like this. I'll say Gaumar, you say Jos. 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 And we will repeat it 3 times. So I'll say like this. Gaumar. Jos, Gaumar. Jos, Gaumar. Jos, Jos, Jos. Okay. Ready guys? Ready. 1, 2, 3. Gaumar. Jos. Gaumar. Jos. Gaumar. Jos. Jos. Perfect. Now we drink it to the end in one shot. Amazing. Wow. Yeah. Yeah, and for you guys. Euro. So here is the water if you want. Here is water. And now let's start. First of all, guys, do you know which part of the Georgia we are right now? Yes, Kakheti, the biggest winemaking part of Georgia. From 26 microzones that we have all over the Georgia, 16 of them are from Kakheti, just like 70% of the vineyards. And the interesting thing about Kakheti is that back in 2017, UNESCO held an expedition in Kartli and Kakheti regions, 2 regions, and in Kartli they found pieces of the clay pots that were infused with alcohol. They had some leftovers of the seed on them. Nearby traces of ancient cultivation with estimated age of 8,000 years. Now Georgia is considered to be the first winemaking country, but nobody truly knows who lived there 8,000 years ago. But still. And now guys, the first one we are going to try, this is called Katsiteli. Katsiteli is the name of the grape variety and the wine as well. In Georgia, the most common way of naming wines, we take name of the grape and make it the name of the wine. And we get this kind of wine, light, dry white. Katsiteli. Made for 6 months in a clay pot, 2 months juice and the leftovers together, then 4 months juice without the leftovers. And we get this white dry wine,
and basically 11% of the alcohol. So, what's interesting for this wine, we drink it in huge quantities without serious consequences. Okay, so for example, we take a horn. It can be a horn of the buffalo, it can be a horn of the mountain goat. We say a toast, and then we drink it to the end in one shot. Then show everybody else that there's nothing left, because if there is, you're getting punished. Punishment is drinking more wine. You want to try? Yes. Yes? Yes. Okay, let me clean it first. Okay. Yeah. Okay. And then let's try. നമ്മളാണെങ്കിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ ഈ പീച്ചസ് സോക്ക് ചെയ്ത വെള്ളം നമ്മൾ കുടിച്ചായിരുന്നു. സോ ഇറ്റ് ടേസ്റ്റ് വെരി ഗുഡ്. ഇറ്റ് വാസ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ പീച്ച് അവർ സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ വെള്ളം, ഐ മീൻ ഇറ്റ്സ് നോട്ട് വെരി സ്വീറ്റ്. ആ പീച്ച് നമുക്ക് അവർ കഴിക്കാനും തരുമായിരുന്നു. അതിനകത്ത് നമുക്ക് എടുത്ത് കഴിക്കാൻ. ഇറ്റ്സ് നോട്ട് വെരി സ്വീറ്റ്, ബട്ട് ഇവിടെ അവർക്ക് വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. Yeah. Joss? Not Joss, something. What? Something. Like, I don't know, like to our Yeah, no, trip. from my country. Yeah, about your country, for Yeah. example, about your trip. Some video. Okay? Bashir's. Slowly. Yeah, perfect. No punishment. No punishment. So you are 2.5% Georgian now. Guys, so, Should I try? yeah, if you want, it's the same wine. So yeah, if you want, you can try again. Second wine is Katsiteli Kvevr. Okay. Kvevr in the clay pot. If you have Kvevr in the name of the wine or the type of the wine, it indicates that the wine is made in a clay pot for 2 or 3 months. Okay? So, wines are in a clay pot for 2-year fermentation time. Orange wines are in oak barrels and also for 1 or 2 years of aging process. So this is amber wine, meaning it's in a clay pot, 2 years. Same grape, Katsiteli by the way, but for bacteria needs to die from alcohol. And if the bacteria needs to die from alcohol, wine doesn't ferment any further. Okay? Yeah. So let's try Katsiteli. See guys if you enjoy it. What is a microzone basically? It's an area, a village, city, or just a province or something like that, where if you officially prove that because of the microclimate conditions and special soil and stuff like that, grape can gather more sweetness or less sweetness, giving you unique flavors or unique wine, you can make these wines official, like how to say. Basically, you register the area as a microzone. And when you register that area as a microzone, it becomes a protected area of origin, or AOC, EOC, different things can be called. But here comes the thing, easier explanation. Champagne or cognac. Champagne is a sparkling wine from French province Champagne. Cognac is brandy from Cognac. These are both provinces in France. But if you make sparkling wine in Champagne, you can call it Champagne. Outside Champagne, you cannot call it Champagne. You need to call it sparkling wine. Okay? Yeah, that's just how the rules work. Perfect conditions for the grapes to become sweet. And there the Soligauri becomes sweet enough for semi-sweet wines. Grab the grapes, crush it, juice goes without the leftovers in a stainless steel jar. And we wait until the bacteria and the yeast drop the sugar level of the wine to 9 or 7%. After that, you cool down the temperature of the stainless steel jar to -3 degrees of Celsius. And make bacteria sleep. And the sugar that was entered by the bacteria stays there for extra tasting. That's how we make semi-sweet wines in Georgia without adding anything extra. So you might be asking, why should you go with this kind of like complicated technique if you can just add sugar or honey? That's the thing. In Georgia, adding sugar or honey in commercial wines is an 8-year jail time. And it's not the government, it's factory checking each other out. So you cannot check.
Another thing is like, why would you even cheat? Because at the end of the day, sugar in Georgia is actually more expensive than average grape. So yeah, it doesn't make sense to pay more, get jailed for that. You pay less and just make more. No, is orange. Orange. Dark orange. The question was, what color is the bottle? Transparent. Yeah, transparent. Too a tricky question. Okay. So, but rosé wines have the highest amount of techniques how to make it. But 3 of them we use in Georgia. And which 3 of them are we using? First of all, we mix red wine, small quantity, and huge quantity of white wine. And we are getting the rosé. Second technique for the rosé, it requires grapes with rose-colored skin. And the third technique, red grapes. But I'll explain it part by part. First of all, red wine mixed with white wine. You can make lots of varieties of rose wines with different color, different taste, different flavor. Because one problem with this technique, you cannot make super heavy dry rosés. Both of them are red dry wines. Both of them are Saperavi. So what's the difference in a stainless steel jar? Mukuzani is 2 months in a clay pot, 1 year in a ballpark. Okay? So you get 2 wines where this is light, heavy, small tannins, high tannins, regular, premium, Toyota, Lexus. Oh. Nice. Yeah. Nice example. Yes. By the way, why Lexus is called Lexus? Who knows? Lexus? Yes. Lexus. Because the engineers thought it was premium. Yeah, but exact goes like this. So, in why it's called a Lexus? Because luxury exports United States. Yeah. It is a sub-brand of Toyota meant for United States market. Luxury exports United States, Lexus. So, same here. Now we are trying. Ravi grapes again, but it's semi-sweet instead of the dry. Okay. Even the technique is the same. Stainless steel jar, stainless steel jar. So you might be asking, what's the difference there? Well, the difference is, Kindzmarauli is from the north part of Kakheti, left side of the river Alazani, high mountain area, rocky soil to sunlight, dry climate. The right side being field area, less rocks, less sunlight. And the wine tasting is over, guys. You can put the glasses on the oak barrels, take pictures of the bottles if you enjoyed any of them, and the wine tasting is over. ഗൈസ് നമ്മൾ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ കാണാൻ വന്നേക്കാണ്. ക്രോണിക്കിൾസ് ഓഫ് ജോർജിയാസ് നമ്മളിങ്ങനെ മോർ ദൻ 100 സ്റ്റെപ്സ് ഉണ്ട്. അത് നല്ലൊരു കാർഡിയോ എക്സസൈസാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ നല്ല കാർഡിയോ എക്സസൈസ്. അപ്പോൾ 100 സ്റ്റെപ്സ് കയറി കഴിഞ്ഞാണ് നമ്മൾ ക്രോണിക്കിൾസ് അത് കാണണം. So let's see. എമാജി ഉറങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ രണ്ടുപേരും മാറി മാറി അവളെ കൊണ്ടായിരിക്കും നമ്മൾ ഈ 100 സ്റ്റെപ്സ് കയറാൻ പോണം. Are you excited? It's okay. You can do it. ഗൈസ്, അതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. അപ്പോൾ അത്രയും പടി നമ്മൾ ഇനിയും കയറണം. ഇപ്പോൾ കുറച്ച് കയറിയപ്പോൾ തന്നെ മനുഷ്യനെ അണയ്ക്കുന്നു. അപ്പം നമുക്ക് അതിൻ്റെ പടികൾ ചവിട്ടാം. പടികൾ കയറാം. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്സ്. നമ്മൾ ചെയ്തിരിക്കുകയാണ്. മോർ ദാൻ 100 സ്റ്റെപ്സ് കയറിയിരിക്കുന്നു. എസ്പെഷ്യലി എമിൽ
കുഞ്ഞുമണീനെ എടുത്തോണ്ട്. So this is Chronicles of Georgia. How are you feeling? നല്ല കാർഡിയോ അല്ലേ? It's okay man. ഹെവി കാർഡിയോ. ഞാൻ എടുക്കാം അവിടെ തിരിച്ച്. ക്യാമറ ഡയലോഗ് പറഞ്ഞിട്ട് പോവാനേ. ഇതാണ് നല്ല കാറ്റുണ്ട്, തണുത്ത ബ്രീസ്. This is how it looks from inside. നമ്മളുടെ അകത്ത് കയറുമ്പോൾ ഇതിന് അങ്ങ് അറ്റത്തൊരു സൈഡിൽ ചെന്ന് തന്നെ ഇവിടുത്തെ ലേക്ക് കാണാമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. തണുത്ത കാറ്റടിച്ചിട്ട് എൻ്റെ കണ്ണിക്കൂടൊക്കെ വെള്ളം വരുവാണ്. സോ ദിസ് ഇസ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. കണ്ണുനീരോടെ കാണാം. ഇവിടെ ഇച്ചിരി തണുപ്പുണ്ട്. ബിക്കോസ് തണുപ്പ് ഇൻ ദ സെൻസ് കൂൾ ബ്രീസാണ്. ഇവിടെ വണ്ടി വരാം. പക്ഷെ അവിടെ ഒരു ലേക്ക് എന്തോ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ. അല്ല, അവിടെ എന്തോ ലേക്ക് ഉണ്ടെന്നോ ഞാൻ കണ്ടിട്ട് വന്നു. എനിക്കറിയില്ല എവിടെയാണ്. കുറച്ച് ആൾക്കാരാണ് അവിടെ നിൽക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് പോയി നോക്കാം. If there is anything worth. എമാച്ചി ഉറങ്ങും, അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് കയറിയത്. എമ്മില് 100 steps ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കയറുമ്പോൾ അങ്ങനെ തോന്നിയില്ല. മേ ബി ഇരുട്ടുന്നതിന് മുമ്പ് നമ്മൾ ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് നമ്മൾ സിനാഗി ഇവിടുന്നൊരു ഓൾമോസ്റ്റ് 2 hours ഉണ്ടായിരുന്നു ടിപ്ലേസിൽ നിന്ന്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ വ്യൂ, ഈ ഡേ ലൈറ്റ് കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. സോ ഇതാണ് ആ ലേക്ക്. സോ ഗൈസ്, നമ്മൾ ആ വ്യൂ ഒക്കെ കണ്ടു, ക്രോണിക്കിൾസ് കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴി വി ആർ ഗോയിങ് ടു സീ ബ്രിഡ്ജ് ഓഫ് ലവ്. അപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പൊക്കെ കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കണം. ബ്രിഡ്ജ് ഓഫ് ലവിൽ നത്തിങ് ലൈക്ക് ലവ് ലോക്കൊക്കെ ഇങ്ങനെ ഇടുന്നൊരു സ്ഥലം. ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ സീ ദാറ്റ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ദി എൻഡ് ഓഫ് ദി ഡേ ആൻഡ് എൻഡ് ഓഫ് ദി ട്രിപ്പ്. നാളെ നമ്മൾ പോകണം അവിടെ. സോ അതും കൂടി കാണിച്ചിട്ട് ഐ വിൽ ബി പ്രോബബ്ലി വൈൻഡിങ് അപ്പ് ദിസ് ജോർജിയ വ്ളോഗ്. ഇറ്റ് വാസ് എ ഗുഡ് ട്രിപ്പ്. only thing, ഒരു കൊച്ചിനെ കൊണ്ട് വരുമ്പോഴുള്ള കുറച്ച് ചാലഞ്ചസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ആ ചാലഞ്ചസ് നേരിടാൻ പറ്റുമെങ്കിൽ കുട്ടികളെയും കൊണ്ട് വരാം. നമ്മൾ കുട്ടികളെ കൊണ്ട് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണാൻ പറ്റത്തില്ല. ചിലത് കണ്ടുകഴിഞ്ഞാൽ ഫുള്ളി നമുക്ക് ആ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കുറച്ച് കാര്യങ്ങൾ, ചില ഏരിയാസ് നമുക്ക് പോകാൻ പറ്റില്ല, അവർ ക്രാങ്കി ആവും. സോ നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മുടെ
യുനോ നമ്മൾ ട്രിപ്പിന് വരുമ്പോൾ ആ മൂഡ് നമുക്ക് മാറും. ലൈക്ക് നമുക്കൊരു ഫുൾ ഹൈറ്റ്നറിയൊക്കെ സെറ്റാക്കി നമ്മൾ വരുമ്പോൾ അങ്ങനെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. ബട്ട് ഇഫ് യു സമ്മൺ ഹൂ ഡസൻറ്റ് ഹാവ് ലൈക്ക് ഹൈറ്റ്നറി ഇല്ല ബട്ട് ജസ്റ്റ് വോണ്ട് ടു വിസിറ്റ് എ കൺട്രി വിത്ത് യുവർ കിഡ്സ് ആൻഡ് ഫാമിലി ദെൻ ഇറ്റ്സ് നോട്ട് ഡിസപ്പോയിൻറ്റിങ്. പക്ഷേ നമുക്ക് ഒരുപാട് ക്ഷമയും കാര്യങ്ങളും വേണം കുട്ടികളെ കൊണ്ട് വരുന്നതുകൊണ്ട് തന്നെ. സോ ഐ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യത്തില്ല കുട്ടികളെ കൊണ്ട് വരാൻ. ഇത് മിക്കവാറും ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പായിരിക്കും എന്നെ കൊണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. മിക്കവാറും ഇനിയൊരു ട്രിപ്പ് അവൾ കുറച്ചും കൂടി വലുതായിട്ടേ കാണത്തുള്ളൂ. ഞങ്ങൾ ഇതായിരുന്നു വിയറ്റ്നാം കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. പക്ഷേ വി ജസ്റ്റ് വാണ്ടഡ് ടു ചെക്ക് ഇഫ് ഷീ ഈസ് റെഡി ഫോർ മുന്നോട്ടുള്ള ട്രാവലിനി. ഞങ്ങളൊരു കൺട്രി പോകണമെങ്കിൽ എടുക്കാൻ അവളെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ നോക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്താൽ. പക്ഷേ യെസ് ഷീസ് ഈ ലോങ് അവേഴ്സ് ഓഫ് ജേർണി അങ്ങനെയൊക്കെ വരുമ്പം അവൾക്ക് നല്ല ഏതൊരു കുട്ടിക്കും ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അവരിച്ചിരി ക്രാങ്കി ആവും, ഇച്ചിരി ഓവർ ഉണ്ടാവും. അപ്പം നമ്മുടെ ട്രിപ്പിന് നമ്മൾ റിലാക്സ് ചെയ്യാനും ഒക്കെ വരുമ്പം അത് സ്ട്രെസ്ഫുള്ളാവും. സോ നമ്മുടെ ഫുൾ മൂഡും കാര്യങ്ങളൊക്കെ പോവും. സോ യാ എൻ്റെ പിന്നെ അത്രയ്ക്ക് ക്ഷമയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ യെസ്. So that is my feedback. So let's go to the Bridge of Love. We have to ask നമ്മുടെ ഗൈഡിൻ്റെ അടുത്ത് അവിടെ പോകാൻ ഇനി ടൈം ഉണ്ടോ ഇല്ലയെന്ന്. പീരിട്ടുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഇറങ്ങുവാണ് ഇവിടുന്ന്. So it was like a 4 days trip, so we could see the major things. Just കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയപ്പോൾ ഇത് ഗഡൗറിയിൽ പോയപ്പോഴായിരുന്നു അവളിച്ചിരി ക്രാങ്കി ആയത്. അവൾക്ക് ഉറങ്ങുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് തന്നെ ആക്കിയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ വി ഹാഡ് ടു കം ബാക്ക് ഫ്രം ദെയർ. സോ അവിടുത്തെ സ്കീമും കാര്യങ്ങളും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പ്രോബബ്ലി വി വിൽ ഡു അനദർ ജോർജിയ ട്രിപ്പ് അഗെയിൻ. സോ ആ സമയത്ത് വി ക്യാൻ സീ. So I'm grateful for 2026. Like we could begin the year with visiting a new country. Hopefully we will be able to do more travel vlogs this year. I hope so. കണ്ടറിയാം എങ്ങനെയാ. ഗൈസ് നമുക്ക് ലവ് ഓഫ് ബ്രിഡ്ജ് പോകാൻ പറ്റിയില്ല ബിക്കോസ് രാത്രിയായി, പിന്നെ നമ്മൾ ടയേർഡും ആയി. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ വന്നു. സോ നമുക്ക് ബ്രിഡ്ജ് ഓഫ് ലവ് പോകാൻ പറ്റിയില്ല. സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദ വ്ളോഗ് ഓഫ് ജോർജിയ ട്രിപ്പ്. സോ stay tuned until I come with another travel vlog. See you then. Bye bye. Thanks for watching.